തോറ്റ ചാട്ടക്കടി ഉള്ളോ? ചാട്ടക്കടി അയ്യോ നമുക്ക് എന്നെ കറക്കാൻ മാത്രമേ അറിയാൻ പറ്റും, കുപ്പി കറക്കാൻ അറിയാൻ പറ്റില്ല. ശരി, ഓക്കെ. അപ്പഴേ ഒരു കുസൃതി ചോദ്യത്തിന്, കുസൃതി ചോദ്യം എന്നല്ല, കുറച്ച് ബ്രില്യന്റ് ആയിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. ഞാൻ താരന്റെ അടുത്ത് ചോദിക്കട്ടെ, ചെറിയൊരു ചോദ്യം. ഞാൻ അറിഞ്ഞു താര നമ്മുടെ ടീമിനെ വിളിക്കുന്നത് എന്താന്ന് ആർക്കെങ്കിലും അറിയോ? ഇവിടെ നിൽക്കുന്നവര് പറയരുത്, ഓഡിയൻസിന്ന് പറയണം. എന്തെങ്കിലും അറിയോ? ബീബിയാ? ശരി, അങ്ങനെയാണെങ്കില് എന്താ ചോദിക്കണേ? ഞാനെന്താ പീടി വേണമെന്നാണ്. ശരി, അങ്ങനെയാണെങ്കില് എന്താ വിളിക്കണേ? ബീബി. നമ്മുടെ ബീബി ചേട്ടന് ഏറ്റവും ഇഷ്ടമില്ലാത്ത ബി എന്താണ്? താര പറയണം. ബീബി ചേട്ടന്, അതായത് താരയുടെ ബീബി ചേട്ടന് ഏറ്റവും ഇഷ്ടമില്ലാത്ത ബി. ഇഷ്ടമില്ലാത്ത ബി, ബീഫോ? അത് നല്ല ഇഷ്ടം ടീമിന് കേട്ടോ. അറിയോ? ഞാൻ ഒന്നുകൂടെ പറയാം, ആലോചിക്കണേ. ബീബി ഈ സാധനം എന്ന് പറഞ്ഞ അയ്യേ, അങ്ങനെയാ. ഇഷ്ടമില്ലാത്ത ടീം എന്താ ടീം? ശാന്തൻ. ഒന്ന് കൈയടിച്ചു കൊടുക്കും. ബീബി ചേട്ടന് ഇഷ്ടമില്ലാത്ത ബി എന്ന് പറഞ്ഞ ബിയറാണ് കേട്ടോ. ശരി, ഇനി എന്താ അറിയാൻ പറയാനുള്ളത്? അഖിലോട് ബിനീഷ് ബാസിന്റെ കല്യാണത്തിന്റെ മൂന്നാമത്തെ വട്ടമാണ് ഞാൻ ആശംസ പറയുന്നത്. ബിനീഷ് ബാസിനും താരയ്ക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിവാഹ മംഗളാശംസകൾ നേരുകയാണ്. ബിനീഷ് ബാസിന്റെ അമ്മച്ചിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാം, കാരണം ഇനി അയലയും കൊണ്ടുവരുമ്പോൾ താരയായിരിക്കും വന്ന് കഥ പറഞ്ഞിട്ട് ആരാ ബിനീഷ് ഏട്ടനോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ എല്ലാവിധ ആശംസകൾ അറിയിക്കുന്നു. ബിനീഷ് ബാസ് കല്യാണം കഴിച്ചു പറ്റി പറ. പിന്നെ അനൂപേട്ട ആദ്യമായിട്ടാണ് ഒരു പരിപാടി ആങ്കർ ചെയ്യുന്നത് ഞാൻ കാണുന്നത്. അദ്ദേഹം വെളുപ്പിന് 4 മണിക്ക് തൊട്ട് മേക്കപ്പ് കയറിയതാണ്. 3 വട്ടം ടച്ച് ചെയ്യാൻ വേണ്ടി ആളിനെ വെച്ചു. അരുൺ ഉത്രാടത്തിന്റെ കൈ കഴിച്ച പാവം പറഞ്ഞു മേക്കപ്പ് ഇപ്പം കറക്റ്റാണ്. ഇവിടത്തെ, അതായത് ഈ ഹോട്ടലിലെ ലക്ഷ്മി നക്ഷത്രം ഇന്ന് അനൂപ് ജോണാണ്. കാരണം പുള്ളി 1-2 വട്ടം ആങ്കർ ചെയ്തിട്ടുണ്ട്. ഈ ഷോ വൈൻഡപ്പ് ചെയ്യുന്നത് പുള്ളിയായിരിക്കും. അനൂപിന്റെ പുതിയ സംരംഭത്തിലേക്ക് എല്ലാവിധ ആശംസകൾ അറിയിക്കുന്നു. ഇത്രയും പറഞ്ഞിട്ട് അത് വേണ്ടായിരുന്നു. അല്ല, ശ്രീവിദ്യ എവിടെ ഇല്ലേ? അസീസ് ഞാൻ 8ാമത്തെ വട്ടമാണ്. വലിയ സ്റ്റാറായി. സ്റ്റാറായി നമ്മളെ മറന്ന സ്റ്റാർ വേദിക്കുള്ള കൗണ്ടർ വേണോ അതോ? ഇപ്പൊ നിനക്ക് മനസ്സിലായി എന്താ മൈക്ക് കൊടുക്കാത്ത? ഇപ്പൊ മനസ്സിലായി. എടാ, ഞങ്ങൾ സ്റ്റാർ നല്ല തറ നിന്റെ കല്യാണത്തിന് വരും. അതെ അതെ, ഓക്കെ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. എന്നെ ശ്രീവിദ്യ സംസാരിക്കും. എന്നെ ആദ്യമായിട്ട് പിച്ച് ഔട്ട് തെറ്റി പാട്ട് പാടാൻ പഠിപ്പിച്ച ബിനീഷ് ബാസ്റ്റിന്റെ കല്യാണം. അതില്ലല്ലോ ചേച്ചി, അങ്ങനൊരു ഗായകന്റെ കല്യാണമാണ്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം. പുള്ളി ഇപ്പൊ ഗാനഭൂഷണം പാസ്സായി, അറിഞ്ഞില്ലേ? പക്ഷെ ഞങ്ങളൊന്നും കൂട്ടുന്നില്ല. എന്റെ കല്യാണത്തിന് പിണങ്ങിയിട്ട് വന്നില്ല. ഇനി ഭർത്താവ് പാടാൻ വിടുമെന്ന് ചോദിച്ചു ആദ്യം തലേദിവസം വിളിച്ചിട്ട്. ഇനി സ്വന്തമായിട്ട് ഗ്രൂപ്പിലേക്ക് ഒരു ഗായകന് പാട്ട് പാടൂലേ താര? ഇന്നലെ വളരെ വേണ്ടപ്പെട്ട ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. മിനിഞ്ഞാന്ന് ടീമിന്റെ മധുരം ഗ്രൂപ്പ് ഫംഗ്ഷൻ ആയിരുന്നു. അപ്പൊ അന്ന് ടീം ഒരു പാട്ട് പാടി. ടീം എപ്പോഴും പാട്ട് പാടാൻ ഉപയോഗിക്കുന്നത് ടീമിന്റെ ഒരു ഐപാഡ് ഉണ്ട്, അതിനകത്ത് എല്ലാവിധ ട്രാക്കുകളും ഉണ്ട്. ആദ്യത്തെ പാട്ട് കഴിഞ്ഞ നിങ്ങളുടെ വോയിസ് ഉൾപ്പെടെ. അപ്പൊ ആദ്യത്തെ പാട്ട് കഴിഞ്ഞതിന് ശേഷം കുറെ പേര് വന്നിരുന്നു, അടൂരിന്നും അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വന്നിരുന്നു. ആദ്യത്തെ പാട്ട് പാടിയതിനു ശേഷം ആ ട്രാക്കുകളുള്ള ഐപാഡ് മിസ്സായി. അതുകൊണ്ടാണ് ഇന്നിവിടെ പാട്ട് കേൾക്കാൻ പറ്റാത്തത്. അത് ഇസ്രായേലിലായെന്നാണ്. പക്ഷേ പാട്ടിനോട് വളരെയധികം ഇഷ്ടമുള്ള, ഇനി മേലാൽ നീ പാടരുത് എന്നുള്ള ഇന്റൻഷനെ മോഷ്ടിച്ചതാണോ എന്നൊരു സംശയം. വേറെ സാധനം നടന്നു. മധുരം വയ്ക്കാൻ പറയുമ്പോൾ പുള്ളി എന്ത് മേടിക്കുന്നില്ല, ഷുഗർ 400 ആണെന്ന്. അതെ,
ബിഗ് ബോസ് അനു ഈ സ്റ്റേജിന്റെ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ചിക്കൻ ചാറ് ബിഗ് ബോസ് ആരും ഉണ്ടെങ്കിൽ ആരും ബൗൺസേഴ്സ് ആരെങ്കിലും പൊക്കിയെടുത്തുകൊണ്ട് വരണം. Okay. അവരുടെ ഒരു ചെരുപ്പ് നഷ്ടപ്പെട്ടു, അതുകൊണ്ട് പൊക്കം അറിയാം, ടീം അതുകൊണ്ടാണ്. ഈ കല്യാണം ഉറപ്പിച്ച അന്ന് മുതൽ ഇന്ന് വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്റ്റാർ മാജിക് ഇപ്പൊ ടി വിയിൽ കാണാനുള്ള അവസരം ഇല്ലാത്തതുകൊണ്ട് ലക്ഷ്മി ഇവിടെ സ്റ്റാർ മാജിക് അവതരിപ്പിക്കണേ. ഇന്നലെ രാത്രി 2 മണിക്കും കൂടെ എന്നെ വിളിച്ചത്, അതായത് വെളുപ്പിന് 2 മണിക്കും കൂടെ എന്നെ വിളിച്ച് ഓർമ്മിപ്പിച്ചതാ. ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് സ്റ്റാർ മാജിക് പോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നാ തുടങ്ങിയാലോ? ഇടതുകാലം മുന്നിലേക്ക് വെക്കണോ, വലതുകാലം മുകളിലേക്ക് ഉയർത്തണോ? 3, 4 ടീം എന്താ ഒരു കോർഡിനേഷൻ ഇല്ലല്ലോ. റെഡി 3, 4 കൺഗ്രാറ്റുലേഷൻസ് ടു ടീം താര. ലക്ഷ്മി പഴയ ടച്ചൊക്കെ പോയിട്ടുണ്ട്. വല്ലപ്പോഴും പരിപാടി ഞാൻ വിളിക്കണേ, ഇല്ലെങ്കിൽ മറന്നു ഭയങ്കരൊക്കെ. ഞാനൊരു കാര്യം ചോദിക്കാം, വിളിച്ചാലും വേദിയിലേക്കും വരില്ല, മൈക്കും മേടിക്കാത്ത ആള് മൈക്കൊക്കെ മേടിച്ച് ഭയങ്കരമായിട്ട് നീയൊക്കെ പോയപ്പോ പുള്ളിയായിരുന്നു ഒറ്റയ്ക്ക്. അങ്ങനെ എക്സ്പീരിയൻസ് ആയില്ലേ? അതുകൊണ്ടല്ല, ഇവര് മൈക്ക് എടുത്ത് സംസാരിക്കുന്നതിന് ബാക്കിലൊരു മൈക്ക് ഉണ്ടാകും. ആ മൈക്ക് എന്തേലായിരുന്നു അല്ലേ അഖില? ഇവന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ നമ്മൾ കറക്റ്റ് പറയണ്ടല്ലോ. ഞാൻ 1 വർഷമായിട്ട് ഉറക്കമില്ലാതെ എഴുതിക്കൊള്ളുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. ചീത്ത നല്ല ചാൻസ് ഉണ്ട്, എല്ലാവരും ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക.